ഇപ്രാവശ്യം നമ്മുടെ കുരുമുളകിനൊക്കെ കണ്ണേറും നാപ്പലവും കൂടി ഒരുമിച്ച് ബാധിച്ചുവോ? ഇത്ര വലിയ കണ്ണും നാവും ആരുടേതായിരിക്കും? ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 8 മാസം 9 മാസമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര ആവേശത്തോടൊക്കെ PVC പൈപ്പൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ചെയ്തു വെച്ചതാണ്. നല്ല രീതിയിൽ വളർന്നും ചെയ്തിരുന്നു. അതുകൊണ്ടോ ഈ വർഷത്തെ മഴയാണ് ഇപ്പോൾ. നമ്മൾ ഈ വർഷത്തെ കാലാവസ്ഥയും കുരുമുളകിന് വന്ന ദോഷവും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണീര് വരാതിരിക്കില്ല. കാരണം അത്രയും നല്ല രീതിയിലൊക്കെ ആയിരുന്നു നമ്മളത് ചെയ്തു വെച്ചിരുന്നത്. പക്ഷേ പ്രാവശ്യത്തെ കാലാവസ്ഥ വളരെ മോശമായതിനാൽ ഒക്കെ വാടി തൂമ്പടഞ്ഞു. അതുമാത്രം പോരാ, കുരുമുളക് എന്ന് പറഞ്ഞ സാധനം ഒരു മരത്തിലുമില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കുരുമുളക് എവിടെയില്ല എന്നുള്ളത്. ഒരു തോക്ക 2 തോക്ക ഇതിലേക്കുള്ളൂ കുരുമുളക്. നിറയെ കായ്ച്ചിരുന്ന കുരുമുളകാണ്. അപ്പോൾ ഇത് മാത്രമല്ല ഉണങ്ങിയിട്ടുള്ളത്, കുറേയേറെ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് കൊളീബ്രീനിൽ ചെയ്ത തൈ വെക്കണം. എങ്കിലേ മഴക്കാലത്ത് ഇവിടെയൊക്കെ റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം നമ്മളിവിടെ പൈപ്പൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഇതൊന്നും വെറുതെ ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ കൊളീബ്രീനിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പുറപ്പെടലാണ്. മറ്റുള്ള ഉണങ്ങിയ കാലുകളൊക്കെ നമ്മൾ കാണാം. ഇത് കണ്ടോ, ഇത് വലിയൊരു കാലാണ്. നല്ല കുരുമുളക് ഉണ്ടായിരുന്നതാണ്. ആകെ പോസ്റ്റായി നിന്നു ഉണങ്ങിയിട്ട്. ഇതാ ഇതിന് ചെറിയൊരു വാട്ടുണ്ട്. എന്താ സംഭവിക്കുകയെന്നറിയില്ല, ചെറിയ വാട്ടുണ്ട്. അപ്പോൾ ഉറപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പറമ്പിലുള്ളതെല്ലാം കേടുവരും. പക്ഷെ അതല്ല, ഇതെന്തോ ഒരു പ്രശ്നം ഇത് വന്നതാണ്. ഇത് കണ്ടോ, കുരുമുളകോട് കൂടിയിട്ടാണ് ഉണങ്ങിയിട്ടുള്ളത്. ഇതാ ഇവിടെ ഒരു വലിയ കാലാണ് പോകാനുള്ളത്. തീർച്ചയായിട്ടും പോകും. ഇനിയൊക്കെ ഇത് 2ാം പ്രാവശ്യം വെച്ച് പിടിപ്പിച്ചിട്ട് വേണം. എന്തേ ഇത് പോകാൻ കാരണം എന്നറിയില്ല. ഇതൊന്നും വെള്ളം നിൽക്കാത്ത ഏരിയയാണ്. കണ്ടില്ല, അത് കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുരുമുളകൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്നല്ല, കുരുമുളകില്ല എന്ന് തന്നെ പറയും. അപ്പോൾ ഇപ്രാവശ്യം കുരുമുളകില്ല, നമ്മളെ തോട്ടത്തിൽ കുരുമുളകില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഭാര്യ പറഞ്ഞ് കുരുമുളകിന് കണ്ണേറാണ്, നാപ്പലാണ് എന്നൊക്കെ. പക്ഷെ അതിലൊന്നും നമുക്ക് വിശ്വാസമില്ല. കാരണം കാലാവസ്ഥയുടെ പ്രശ്നത്താൽ കുരുമുളക് പിടിക്കാത്തതിനും വള്ളി വാട്ടം പോണതിനും നമ്മൾ കണ്ണേറാണ് അല്ലെങ്കിൽ നാപ്പലമാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുക എന്ന് മാത്രം. എന്നാൽ ഇത് കുരുമുളക് കർഷകർക്ക് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ഇത്രയും വലിയ നാവ് ആരുടേതായിരിക്കും എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ കണ്ണ് ആരുടേതായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. നമ്മളെ വീട്ടിൽ മാത്രമാണെങ്കിൽ എന്നാൽ അത് കുരുമുളക് ഉണ്ടായതിൻ്റെ കണ്ണേറാണ് അല്ലെങ്കിൽ നാപ്പലമാണെന്ന് എന്നൊക്കെ വിചാരിക്കാം. വള്ളി ഉണങ്ങി പോയതൊക്കെ അതായെന്ന് വിചാരിക്കാം. എന്നാൽ ഇത് കുരുമുളക് എവിടെ കൃഷി ചെയ്യുന്നുണ്ടോ കേരളത്തിൽ, അവിടെയൊക്കെ ഇതന്നെ സ്ഥിതി. കുരുമുളക് പ്രാവശ്യം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് കരുതി കണ്ണേറാണ് നാപ്പലമാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകാതെ കൃഷിക്ക് എന്താണ് പ്രശ്നം പറ്റിയെന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം കാണാം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങനെ ഒരു കണ്ണേറും നാപ്പലൊന്നും നമുക്ക് വിശ്വാസങ്ങളില്ല. എന്നാൽ ഈ പ്രാവശ്യത്തെ കുരുമുളകിൻ്റെ ദയനീയ അവസ്ഥ വളരെ വേദനയായിട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നത്. കഴിഞ്ഞു പോയ കാലഘട്ടത്തേക്കാൾ 10 മടങ്ങ് വളർച്ചയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കും. എന്നാൽ ആ പ്രതിസന്ധികളൊക്കെ കണ്ണേറാണ്, നാപ്പലമാണ്, അതല്ല മറ്റെന്തെങ്കിലുമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ തിരിഞ്ഞാൽ അതിനു വേണ്ടി പായ വിരിച്ചിട്ടവർ എത്രയോ പേരുണ്ട്. അവരെയൊക്കെ കെണിയിൽപ്പെട്ട് നമ്മളാകെ അവതാളത്തിലായി പോവുകയുള്ളൂ. എന്നാൽ പ്രതിസന്ധിയായിട്ട് ഇങ്ങനെ കിടക്കും. അത് മാറുന്നൊരു സമയം വരുമ്പോഴേ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ.